ഓരോ ഘട്ടത്തിലും കുമ്പസാരം നടത്തുന്ന രീതി CPM-നുണ്ട്. സംഘടനാ പരിശോധനയും തിരുത്തലും എന്നൊക്കെയാണ് ഇതിന്റെ വിളിപ്പേര്. ആത്മപരിശോധനയും തിരുത്തലും നടത്തി ആഭ്യന്തരമായ ശുദ്ധീകരണമാണ് പാർട്ടിയുടെ രീതി. വീഴ്ചകൾ മേൽത്തട്ടിലായപ്പോൾ ആ ശുദ്ധീകരണം ഇല്ലാതായെന്നാണ് പാർട്ടിയുടെ ചൂടുപറ്റി നിന്ന PV അൻവർ തുറന്നു പറയുന്നത്. മാറിയ കാലത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാതെ CPM നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാകില്ല എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതം പരിശോധിച്ച് പാർട്ടി എത്തിച്ചേർന്ന നിഗമനം. ഇതിന് തിരുത്തേണ്ടത് ഒരുപാടുണ്ട്. ഭൂപരിഷ്കരണത്തിന്റെ പഴങ്കഥ പറഞ്ഞ് രാഷ്ട്രീയ മേധാവിത്വം നിലനിർത്താനുള്ള സാമൂഹിക സാഹചര്യമല്ല നിലവിലുള്ളത്. അതിനാൽ ആദ്യം കാഴ്ചപ്പാട് മാറണം. രാഷ്ട്രീയവും ഭരണപരവുമായ അധികാരം ജനങ്ങളുടെ മേൽ അധീശത്വം സ്ഥാപിക്കാനും സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാനുമുള്ള നേതാക്കളുടെ മനോഭാവവും മാറണം. അധികാര കേന്ദ്രമായി നിലനിൽക്കാൻ മത്സരിക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. ഇത് മാറ്റാൻ സംഘടനാ തലത്തിലെ പ്രവർത്തനത്തിലും പരിശോധനയിലും തിരുത്തലും വേണ്ടതുണ്ട്. ഇതൊക്കെയാണ് തിരുത്തൽ വേണ്ടതായി CPM കണ്ടെത്തിയത്. കാലം മാറിയത് എങ്ങനെയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നുമുണ്ട്. ഭൂപരിഷ്കരണത്തിന്റെ കാലത്ത് നിന്ന് കേരളം ഒരുപാട് മുന്നോട്ട് പോയി. അതിന്റെ നേട്ടങ്ങൾ നേരിട്ട് ലഭ്യമായ തലമുറയല്ല ഇപ്പോഴുള്ളത്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ഇത്തരം വിഭാഗങ്ങളുടെ പുതിയ നിര ഉയർന്നു വന്നു. കേരളീയരുടെ ലോകമെമ്പാടുമുള്ള കുടിയേറ്റം ആഗോള സമൂഹമാക്കി മലയാളിയെ മാറ്റി. ഗ്രാമനഗര അന്തരം കുറഞ്ഞു. മുൻകാലങ്ങളിൽ നിലനിന്ന ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളുമല്ല പലർക്കുമുള്ളത്. ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തുക കൂടി ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാനാകൂ. ഈ ബോധ്യത്തിലേക്ക് പാർട്ടി എത്തിച്ചുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാഠം. എന്നാൽ ഇപ്പോൾ പാർട്ടി അടിത്തറ ശിഥിലമായി പോയിട്ടുണ്ട് എന്ന് CPM തിരിച്ചറിഞ്ഞു. വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നു പോവുകയാണെന്ന തിരിച്ചറിവുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം പാർട്ടിക്കും LDF-നും കാഴ്ചവെക്കാനായെങ്കിലും അതിനനുസരിച്ചുള്ള ഫലമല്ല ഉണ്ടായത്. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളിലും പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റത്. തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയുടെ അടിത്തറയിൽ ചോർച്ചയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാനത്താകെ കാലാകാലങ്ങളായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ കടന്നു കയറാനും അവരിലൊരു വിഭാഗത്തെ സ്വാധീനിക്കാനും BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ടിയാകെ ഗൗരവമായി കണ്ട് ആവശ്യമായ ഇടപെടലും തിരുത്തൽ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുമുണ്ട്. കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് BJP-ക്ക് നേടാനായി എന്നതും ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതാണ് അടിത്തറ ശിഥിലമാകുന്നതിനെ കുറിച്ച് CPM നടത്തിയ വിലയിരുത്തൽ. ബുക്കായി ബൈൻഡ് ചെയ്ത് ഇറക്കാനുള്ള അത്രയും പരാതികൾ AKG സെന്ററിൽ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച PV അൻവർ MLA പറഞ്ഞത് ഇതാണ്. പാർട്ടിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാൽ സഖാക്കൾ AKG സെന്റർ പൊളിച്ചു പോകുമെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ ഉയരുന്ന പരാതികൾ മുങ്ങിപ്പോകുന്നുവെന്ന കാര്യം തിരുത്തൽ നിർദ്ദേശിക്കുന്ന പാർട്ടി രേഖയിൽ CPM തന്നെ കുറ്റസമ്മതം നടത്തുന്നുമുണ്ട്. ഇതൊരു ദൗർബല്യമാണെന്ന് സമ്മതിക്കുന്നുണ്ട് എങ്കിലും നേതൃതലത്തിലുള്ളവരിലേക്ക് പരാതി എത്തുമ്പോൾ മുങ്ങിപ്പോകുന്നുവെന്നാണ് ഇപ്പോഴത്തെയും സ്ഥിതി. അതാണ് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. ജില്ലാ കമ്മിറ്റികളോട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതത് സമയം ഇടപെട്ട് പരിഹരിക്കുന്നതിന് നിർദ്ദേശിക്കാറുമുണ്ട്. സംസ്ഥാന സെന്ററിൽ ലഭിക്കുന്ന പരാതികൾ ജില്ലാ കമ്മിറ്റികൾക്ക് അയക്കാറുമുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു സഖാവിന് ചുമതലയുമുണ്ട്. എന്നാൽ പരിശോധനയ്ക്കും പരാതികൾക്കും പരിഹരിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ നടത്തുന്ന കാര്യം വലിയ ദൗർബല്യമാണ് നിലനിൽക്കുന്നത്. യഥാസമയം ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിച്ച് തിരുത്താതെ പോകുന്നതാണ് പിന്നീട് വാർത്തകളായി മാധ്യമങ്ങളിൽ നിറയുന്നത്. അതിനുശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക. അപ്പോഴേക്കും പാർട്ടിക്ക് സംഭവിക്കേണ്ട അവമതിപ്പ് സംഘടിപ്പിച്ചു കഴിയും. പിന്നീട് ചേടി തിരിഞ്ഞ് പാർട്ടിയിലെ സംഘടനാ പ്രശ്നമായി മാറുന്ന സ്ഥിതിയും രൂപപ്പെടാറുണ്ട്. ഇതാണ് CPM കണ്ടെത്തിയ കാര്യങ്ങൾ. അടുത്തത് വ്യാജ വായ്പകളുടെ പിടിയിലാണ് സഹകരണ മേഖല എന്നതാണ്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടികൾ സ്വന്തമാക്കുന്നവരുണ്ടെന്നാണ് CPM കണ്ടെത്തിയത്. പുറത്തു പറയുന്നതും ന്യായീകരിക്കുന്നതും പോലെയല്ല പാർട്ടിക്കുള്ളിലെ കണ്ടെത്തലുകൾ. കരുവന്നൂരിൽ സാധാരണക്കാരെ ബലിയാടാക്കി വായ്പകൾ തട്ടിയെടുത്തവരുടെ പട്ടിക തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ദുഷ്ടലാക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാഷ്ട്രീയ ലക്ഷ്യവുമെല്ലാം പുറത്തു പറയുമ്പോൾ സഖാക്കൾ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ വായ്പയായി കൈപ്പറ്റുന്നുവെന്നാണ് പാർട്ടി കണ്ടെത്തൽ. ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻകിട ബിസിനസ്സുകൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലടക്കം ബോധ്യപ്പെട്ടതാണ്. വായ്പയെടുത്ത പാർട്ടി സഖാക്കൾ അത് തിരിച്ചടയ്ക്കുന്നില്ലെന്ന പ്രശ്നം സഹകരണ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുമുണ്ട്. കോടികൾ തന്നെ ഇത്തരത്തിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത സ്ഥിതിയാണുള്ളത്. തിരിച്ചടയ്ക്കാൻ പറ്റുന്ന വായ്പകൾ മാത്രമേ സഖാക്കൾ ബാങ്കിൽ നിന്ന് എടുക്കാവൂ എന്നും വലിയ സംഖ്യകൾ ഇത്തരത്തിൽ വാങ്ങുന്നവർ ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ സമ്മതം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ പാർട്ടിയുടെ യശസ്സിനും ജനങ്ങളുടെ സേവനങ്ങൾക്കുമായിരുന്നു മുൻതൂക്കം നൽകേണ്ടിയിരുന്നതെന്നും പറയുന്നുണ്ട്. ആ സംഭാവന വലുതായിരുന്നു. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും സംഘടനാ പ്രശ്നമായി മാറിയിട്ടുമുണ്ട്. ഇതാണ് CPM-ന്റെ രേഖയിൽ പറയുന്നത്. പക്ഷേ ആരെ തിരുത്തുമെന്ന കാര്യത്തിൽ CPM ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്നാണ് അൻവറിന്റെ തുറന്നു പറച്ചിലൂടെ പാർട്ടി പ്രവർത്തകർക്കും ബോധ്യപ്പെടുന്നത്. സൈബറിടത്തിലെ അൻവർ സപ്പോർട്ട് ഇതാണ് കാണിച്ചു തരുന്നതും.
അൻവർ പറയുന്നതിന് മുൻപ് തന്നെ പാർട്ടിക്ക് വീഴ്ചകൾ ഏറെയുണ്ടെന്ന് CPM തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മേൽത്തട്ടിലുള്ളത് പറഞ്ഞിട്ടില്ല എങ്കിലും കീഴ്ത്തട്ടിലേക്ക് പടർന്ന അധികാര കൊതിയും പണമോഹവും ആധിപത്യ മനോഭാവവുമെല്ലാം പാർട്ടി രേഖയിൽ എണ്ണി പറഞ്ഞിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാർട്ടിയെ കണ്ടെത്തിയ വീഴ്ചയും നിർദ്ദേശ തിരുത്തലും സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിലുമുണ്ട്.